സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇനി നമ്മൾ അദ്വൈതം ജനിച്ച നാട്ടിൽ ഇതിൻ്റെ അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യാം. മതങ്ങൾ ജനിക്കും നിസസസാഗരികാരി മതങ്ങൾ ജനിക്കും മതങ്ങൾ മരിക്കും സരി സനി സാസ സരി സനി സാസ മതങ്ങൾ മരിക്കും. അപ്പൊ ഒന്നുകൂടി പാടിത്തരാം. മതങ്ങൾ നിസസ മതങ്ങൾ ജനിക്കും നിസസസാഗരികാരി മതങ്ങൾ ജനിക്കും മതങ്ങൾ മരിക്കും സരി സനി സാസ. വളരെ ശബ്ദം ഉണ്ടാക്കല്ലേ. സരി സനി സാസ. മനസ്സിലായോ? മതങ്ങൾ മരിക്കും മനുഷ്യനൊന്നേ വഴി നിസനിധ നിധ നീതമ നിസനിധ നിസനിധ നിധ നീതമ മനുഷ്യനൊന്നേ വഴിയുള്ളൂ ധാനിനി നിസ ധ നിനി സ ധാനിനി നിസ. ഒരു പ്രാവശ്യം കൂടി പാടിത്തരാം അല്ലേ. മതങ്ങൾ നിസസ എന്ന നിഷാദം മതങ്ങൾ ജനിക്കും നിസസസാഗരികാരി മതങ്ങൾ ജനിക്കും മതങ്ങൾ മരിക്കും. അവിടെ സരി സനി സരി SARI സരി സനി സാസ മതങ്ങൾ മരിക്കും മനുഷ്യനൊന്നേ വഴി നിസനിധ നിധ നീതപ്പ നിസനിധ നിധ നീതപ്പ നിസനിധ നിധ നീതപ്പ മനുഷ്യനൊന്നേ വഴിയുള്ളൂ ധാനിനി നിസയുള്ളൂ. അങ്ങനെ പഠിക്കും. അങ്ങനെ മെല്ലെ പഠിച്ചു കഴിഞ്ഞ കറക്റ്റ് നോട്ടാണേ. നിത്യസ്നേഹം സാരി ഗരി ഗരി നിത്യസ്നേഹം സാരി ഗരി ഗരി സാരി ഗരി ഗരി സ നിത്യസ്നേഹം സാരി ഗരി ഗരി സ നിത്യസ്നേഹം തെളിക്കുന്ന സരിരി ഗരി ഗരി സ തെളിക്കുന്ന വീഥി തെളിക്കുന്ന വീഥി സരിരി ഗരി 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 സ സരിരി ഗരി ഗരി സ സരിരി ഗരി സരിരി ഗരി ഗരി സ തെളിക്കുന്ന വീഥി സത്യാന്വേഷണ സാഗമ സാഗമ പാപ സത്യാന്വേഷണ സാഗമ പാപ ടോപ്പ് അതിനൊക്കെ ഗമപ്പാക്കൊക്കെ മുകളിൽ ഇങ്ങനെ കുത്തിടും ടോപ്പിലേക്ക്. സാഗ സാഗ ഗമ പാപ സത്യാന്വേഷണ വീഥി. വളരെ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് അവിടെ. പദാപ മപാമ ഗമ ഗരിഗ പദാപ മപാമ ഗമ ഗരിഗ സത്യാന്വേഷണ വീഥി
മ പ മ ഗ മ ഗ രി ഗ. കറക്റ്റ് നോട്ടാ. സത്യാന്വേഷണ വീഥി, അതാണ് ഫസ്റ്റ്. സെക്കൻഡ് നിത്യസ്നേഹം തെളിക്കുന്ന വീഥി, തെളിക്കുന്ന വീഥി. മനസ്സിലായോ? സ്വരമൊക്കെ നേരത്തെ തന്നെ. സത്യാന്വേഷണ വീഥി, അവിടെ പദപമപമഗ, പദപമപമഗ, പദപമപമഗ. അത്രേ ഉള്ളൂ. വർത്താനം പറയുമ്പോൾ തന്നെ എനിക്ക് വെള്ളി വീഴുന്നുണ്ട്. നല്ല മഞ്ഞല്ലേ, നല്ല ശബ്ദമൊക്കെ അടഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാനിത് ഇടും നിങ്ങൾക്ക് വേണ്ടി. സത്യാന്വേഷണ വീഥി പദപമപമഗ. ഓക്കെ. യുഗങ്ങൾ യുഗങ്ങൾ ഗപമഗരിസ, ഗമഗരിസ, അത് ഗപമാന്ന് കൂട്ടാം. യുഗങ്ങൾ ഗപമഗരിസ, യുഗങ്ങൾ ഗമഗരിസ, ഗപമഗരിസ എന്ന് പറയാം. യുഗങ്ങൾ ഗപമഗരിസ, യുഗങ്ങൾ യുഗങ്ങൾ രക്തം ചിന്തിയ വീഥി. സാരിഗമഗരിസ നിദ ദലിത പപ്പ. ഭയങ്കര പാട്ടാട്ടത്. കരഞ്ഞു പോകും. രക്തം ചിന്തിയ, കരയാന്ന് നിൽക്കുന്ന കരച്ചിൽ വരുന്നുണ്ട്. സാരിഗമഗരിസ നിദ ദലിത പപ്പ. സാരിഗമഗരിസ നി ധാധനി ദ പപ്പ. ഇപ്പൊ കമന്റ് വരും. അല്ലെങ്കിൽ സാരിഗമഗരിസ നിദ ദലിത പപ്പ സെപ്പറേറ്റ് ആക്കണോ? രക്തം സാരിഗമ, രക്തം സാരിഗമ, രക്തം ചിന്തിയ ഗരിസ നിദ ധനി, ചിന്തിയ ഗരിസ നിദ ധനി, ചിന്തിയ വീഥി. അങ്ങനെയല്ല, വീഥി ആയിരിക്കൂല്ലേ? ദ പപ്പ, ദ പപ്പ, രക്തം ചിന്തിയ വീഥി ആയിരിക്കും. അപ്പൊ രക്തം ചിന്തിയ വീഥി. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അദ്വൈതം ജനിച്ച നാട്ടിൽ, അതൊക്കെ നമ്മൾ പാടിയതല്ലേ. ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ, മനസ്സിലായോ? മകരി സഗ. അത്രേ വരുന്നുള്ളൂ. ഇനി അധികം ഞാൻ പാടുന്നില്ല. പാടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വെള്ളിയൊക്കെ അധികം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലല്ലേ, യൂട്യൂബ് ചാനലല്ലേ ഇത്. അപ്പം ഇത്രയും പഠിക്കുക. ഇത്രയും പഠിച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ നമ്മുടെ മനസ്സ് ക്ലിയർ ചെയ്യണേ. മനസ്സിൽ സന്തോഷം, ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് നല്ല കർമ്മം തന്നെ ചെയ്യണം. അത് അവന്റെ ഭാഗ്യമാണ്, ഇവന്റെ ഭാഗ്യം എന്നൊക്കെ പറയുന്നത്. ആ ഭാഗ്യം വരണമെങ്കിലും നല്ല കർമ്മം ചെയ്താലേ ഭാഗ്യം വരുള്ളൂ. എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് ഭാഗ്യം തെളിഞ്ഞു കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം ഒന്നും പാടില്ല. നമുക്ക് അറിയുന്നത് മൊത്തം എല്ലാവർക്കും പകർന്നു കൊടുക്കുക. നമ്മുടെ ജന്മം, നമ്മളൊക്കെ പുറത്തിറങ്ങി നടക്കുന്നവരല്ലേ. ഒരു നിമിഷം മതി ദൈവം നമുക്ക് അറിയില്ലോ. നമ്മളെ എല്ലാവരും പറയും അത് അവന്റെ വിധിയായിരുന്നു, അത് അവന്റെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഒരു വിധിയില്ല, ഒരു തലയെഴുത്തും ഇല്ല. ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് നമ്മളാ. ദൈവം ജനിക്കുമ്പോൾ എല്ലാവരും ഫ്രഷ് ആയിട്ട് തന്നെ ജനിപ്പിക്കുന്നത്. പക്ഷെ തലയിലെഴുത്തും ഇതൊക്കെ നമ്മളെ കർമ്മ കാരണം. തലയിലെഴുത്തും ഉണ്ടാവുന്നതും വിധി ഉണ്ടാവുന്നതൊക്കെ നമ്മളെ കർമ്മ കാരണം. നമ്മളത് വിധി എന്ന് പറയും, തലയിലെഴുത്ത് എന്ന് പറഞ്ഞ് സമാധാനിക്കും. ഒന്നുമില്ല. നമ്മളായിട്ട് തെറ്റുണ്ടാക്കി വെക്കുന്ന ഓരോരോ കർമ്മങ്ങളും ചെയ്തു വെച്ചതിന്റെ ഫലമാണ് നമുക്ക് കിട്ടുന്നത്. ഒന്നുകിൽ ഈ ജന്മം, ഇല്ലെങ്കിൽ കഴിഞ്ഞ ജന്മെങ്കിലും. അത് മനസ്സിലാക്കണം. എല്ലാവരും പറയും അവന്റെ തലയിലെഴുത്താ, അല്ലെങ്കിൽ അത് അവന്റെ വിധിയാണ്. അത് ഉണ്ടാക്കിക്കുന്ന ദൈവത്തിന് കഴിയും. അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ഒരാളെ തലയിൽ ഇങ്ങനെ എഴുതിക്കാം, വേറെ ഒരാളെ ഇങ്ങനെ കാണുക, വേറെ ഒരാളെ അപകരിച്ച് കാണുക, ആർക്കും കഴിയില്ല. മനുഷ്യൻ എന്നാ കഴിയൂല. മനുഷ്യന് കഴിയുന്നവരുണ്ട്, പോട്ടെ.
അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല കർമ്മം ചെയ്താൽ നമുക്ക് നല്ലത് എവിടെന്നെങ്കിലൊക്കെ വീണ് കിട്ടും, നല്ലതേ വരും. ഞാൻ അധികം പറയുന്നില്ല, എപ്പോഴും പറയുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയാൻ, നന്നായി പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് വേറെ എന്തെങ്കിലും കുറച്ചും കൂടി ഇങ്ങനെ പറയാം. അപ്പം എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസമാവട്ടെ. ശരി.